എയർപോർട്ട് റൺവേയിൽ ലാൻഡ് ചെയ്ത വിമാനം നേരെ ചെന്നിടിച്ചത് ഒരു ഫയർ ട്രക്കിലേക്കാണ്. എന്തുകൊണ്ടാണ് ആ ഫയർ എഞ്ചിൻ ട്രക്ക് കൃത്യം ആ സമയത്ത് റൺവേ മുറിച്ചു കടന്നത്? ആ വലിയ പിഴവ് സംഭവിച്ചതെങ്ങനെ? യഥാർത്ഥത്തിൽ മറ്റൊരു എയർക്രാഫ്റ്റിൽ പുക കണ്ടു എന്ന റിപ്പോർട്ടിനെ തുടർന്ന് അത് പരിശോധിക്കാൻ പോവുകയായിരുന്നു ആ ഫയർ ട്രക്ക്. ട്രക്ക് 1 എന്നറിയപ്പെടുന്ന ഈ വാഹനം എമർജൻസി സാഹചര്യം നേരിടാൻ വേണ്ടിയാണ് റൺവേ ലക്ഷ്യമാക്കി നീങ്ങിയത്. ഇവിടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത്. കാനഡയിൽ നിന്നും വന്ന CRJ-900 വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ എയർ ട്രാഫിക് കൺട്രോൾ അനുമതി നൽകി. എന്നാൽ അതേ സമയം തന്നെ അടിയന്തര സാഹചര്യമായതിനാൽ ഫയർ ട്രക്കിനും റൺവേ മുറിച്ചുകടക്കാൻ അബദ്ധത്തിൽ അനുവദിച്ചു. വിമാനം ലാൻഡ് ചെയ്ത് റൺവേയിലൂടെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ട്രക്ക് മുന്നിലെത്തിയത്. സെക്കൻഡുകൾക്ക് മുമ്പ് കൺട്രോൾ ടവറിൽ നിന്നും എന്ന് നിലവിളിച്ചെങ്കിലും അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ഈ ദാരുണമായ കൂട്ടിയിടിയിൽ വിമാനത്തിന്റെ കോക്പിറ്റ് പൂർണ്ണമായും തകർന്നു. വിമാനം നിയന്ത്രിച്ചിരുന്ന പൈലറ്റും കോ പൈലറ്റും സംഭവസ്ഥലത്തു തന്നെ മരണപ്പെട്ടു. വിമാനത്തിന്റെ മുൻഭാഗം അക്ഷരാർത്ഥത്തിൽ ട്രക്കിനുള്ളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ലോകത്തെ ഏറ്റവും തിരക്കുള്ള എയർപോർട്ടുകളിലൊന്നായ ലഗ്വാർദിയയിൽ ഇങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച എങ്ങനെ സംഭവിച്ചു?